ഈ വർഷത്തെ ആദ്യ സൂപ്പർ ഹിറ്റായ ചത്താപ്പച്ച കഴിഞ്ഞ ദിവസം OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തെ OTTയിൽ എത്തിച്ചത്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലൊരുങ്ങിയ ആക്ഷൻ ചിത്രമാണ് ചത്താപ്പച്ച. WWE ആസ്പദമാക്കി ഒരുക്കിയ ചത്താപ്പച്ച 90s കിഡ്സിന്റെ നൊസ്റ്റാൾജി ഉണർത്തിയ അനുഭവമായി മാറി. ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് ഹൈപ്പ് ഉയർത്തിയ ഘടകമായിരുന്നു മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ. വലിയ ബിൽഡപ്പിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന കഥാപാത്രത്തിന് പ്രതീക്ഷിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല. തിയേറ്റർ റിലീസ് സമയത്ത് വാൾട്ടർ എന്ന കഥാപാത്രത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. OTT റിലീസിലും അത് ആവർത്തിക്കുകയാണ്. എന്നാൽ മമ്മൂട്ടിയുടെ വാൾട്ടർ നിരാശപ്പെടുത്തിയപ്പോൾ പ്രതീക്ഷിക്കാതെ പോയ ചില ഗംഭീര പെർഫോമൻസുകൾ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ചു. അത്തരത്തിലൊരു കഥാപാത്രമാണ് റോഷൻ മാത്യു അവതരിപ്പിച്ച വെട്രി. വാൾട്ടറിനെ പോലെ സിനിമയുടെ തുടക്കം മുതൽ പല കഥാപാത്രങ്ങളും വെട്രിക്ക് ഹൈപ്പ് നൽകുന്നുണ്ട്. ഇന്റർവെൽ സീനിലാണ് വെട്രി എന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത്. മുജീബ് മജീദിന്റെ അതിഗംഭീര മ്യൂസിക്കും റോഷന്റെ സ്ക്രീൻ പ്രസൻസും ഈ സീനിനെ കൂടുതൽ മികച്ചതാക്കി. എല്ലാവരും വെട്രിക്ക് നൽകുന്ന ഹൈപ്പ് മുതലായത് രണ്ടാം പകുതിയിലെ ഒരു ആക്ഷൻ സീനിലാണ്. സാവി എന്ന കഥാപാത്രത്തോട് ദേഷ്യപ്പെടുന്ന ജോൺസനെ വെട്രി എടുത്ത് മലർത്തിയടിക്കുന്ന രംഗത്തെ പലരും അഭിനന്ദിച്ച് രംഗത്തെത്തി. ചത്താപ്പച്ച അതിന്റെ പീക്കിലെത്തിയത് ഈ സീനിലാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. റിംഗ് ഫൈറ്റിലെ വെട്രിയുടെ കോസ്റ്റ്യൂമും എടുത്തു പറയേണ്ട ഒന്നാണ്. പുതിയ നിയമത്തിലൂടെ കരിയർ ആരംഭിച്ച റോഷൻ സ്റ്റാർ ലെവലിലേക്ക് ഉയരാനാകുമെന്ന് ചത്താപ്പച്ച തെളിയിച്ചിരിക്കുകയാണ്. റോഷനെ പോലെ അർജുൻ അശോകനും തന്റെ വേഷം ഗംഭീരമാക്കിയിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റിൽ അർജുൻ അശോകൻ സ്കോർ ചെയ്തെന്നാണ് പലരുടെയും കമന്റ്. നവാഗതനായ അദ്വൈത് നായരാണ് ചത്താപ്പച്ചയുടെ സംവിധായകൻ. WWE, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവയുടെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ട ചത്താപ്പച്ച ഗംഭീര ദൃശ്യാനുഭവം തന്നെയാണ്.